ഇതേ തരത്തിലുള്ള അത്യന്തം ഗുരുതരമായിട്ടൊരു പ്രതിസന്ധിയുടെ കാലത്താണ് ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ ചെല്ലുന്നത്. അത് 1972 ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ബെയ്ജിങ്ങിലെത്തിയ സന്ദർഭമാണ്. അന്ന് ചൈനയെ ലോകത്തിൻ്റെ ഒരു 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 ഭാഗമായിട്ടേ അവർ അംഗീകരിച്ചിരുന്നില്ല. ഐക്യരാഷ്ട്ര സഭയിൽ ചൈനയ്ക്ക് പ്രാതിനിധ്യം പോലും ഉണ്ടായിരുന്നില്ല. പകരം തൈവാനായിരുന്നു ഐക്യരാഷ്ട്ര സഭയിൽ ചൈനയെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നത്. ആ സമയത്താണ് ചൈന എന്ന് പറയുന്ന രാജ്യവുമായിട്ട് കൂടിച്ചേരാതെ, ചൈനയുമായി ചർച്ച ചെയ്യാതെ, ചൈനയുമായിട്ട് ഇടപാടുകൾ നടത്താതെ അമേരിക്കക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിക്സണും അദ്ദേഹത്തിൻ്റെ ഉപദേശകനായ കിസ്സിംഗർക്കും ബോധ്യമായത്. അങ്ങനെയാണ് കിസ്സിംഗർ ആദ്യം ചൈനയിൽ പോയി രഹസ്യമായി അവരുമായിട്ട് കണ്ടു, മാവോയെ കണ്ട് സംസാരിച്ചിട്ട് റിച്ചാർഡ് നിക്സന്റെ സന്ദർശനം ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം 1970കളുടെ തുടക്കത്തിൽ അമേരിക്ക വിയറ്റ്നാമിൽ വലിയ പ്രതിസന്ധിയിൽ ചെന്ന് വിട്ടുകിടക്കുന്നു. 60കളുടെ അവസാനം 67, 68 കാലമായപ്പോഴേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ യുവജനങ്ങളുടെ മുന്നേറ്റം വന്നു. വിയറ്റ്നാം യുദ്ധത്തിനെതിരെയുള്ള അതിശക്തമായ ഒരു ജനകീയ മുന്നേറ്റമാണ് പാരീസിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റെല്ലാ പ്രദേശങ്ങളിലും വന്നത്. ആ കാലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് ലോകത്തെ പുരോഗമന ശക്തികളെ ഒന്നടങ്കം ശക്തിപ്പെടുത്തിയ, അവർ യോജിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം. ലണ്ടനിലും പാരീസിലും ന്യൂയോർക്കിലും മറ്റു നഗരങ്ങളിലും യുവജനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർത്തി. ആ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും അവിടെ നൂരുക എന്ന ഒരവസ്ഥയിൽ പെട്ടപ്പോഴാണ് ചൈനയുടെ സഹായം തേടി സത്യത്തിൽ അന്ന് റിച്ചാർഡ് നിക്സൺ ബെയ്ജിങ്ങിലെത്തിയത്. മാവോയെ കണ്ട് സംസാരിച്ചു, മാവോ അവരുമായിട്ട് സംസാരിച്ചു. ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം കിട്ടി. മാത്രമല്ല തൈവാൻ ചൈനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു വസ്തുത അമേരിക്ക അംഗീകരിച്ചു.